ലെയ്നി എന്ന കൊച്ചു പെൺകുട്ടി ഒരു ഫാംലാൻഡിലൂടെ ഓടുന്നതാണ് മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത്. മരത്തിന് ചുവട്ടിൽ കിടന്ന ഫ്രഷ് ആപ്പിൾ എടുത്ത് ലെയ്നി നേരെ അമ്മ ജെസീക്കയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. ജെസീക്കയ്ക്ക് 2 കുട്ടികളാണ്. അതിൽ മൂത്ത കുട്ടിയാണ് ലെയ്നി. മരിച്ചുപോയ മുത്തശ്ശിയുടെ വീട്ടിലാണ് ജെസീക്ക ഇപ്പോൾ താമസിക്കുന്നത്. അവൾ ഇപ്പോൾ ഈ വീട് വിട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവളുടെ ഭർത്താവ് ഡ്രഗ്സ് അഡിക്റ്റഡ് ആണ്. അപ്പോൾ അയാളിൽ നിന്ന് രക്ഷപ്പെട്ട് മറ്റൊരിടത്തേക്ക് പോകാനാണ് ഇവൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ വെച്ച് കഴിക്കാനും കുടിക്കാനുമുള്ള ഫുഡ് അവൾ കാറിൽ കരുതി വെക്കുന്നു. എന്നിട്ട് മറ്റത്യാവശ്യ സാധനങ്ങൾ എടുക്കാനായി അവൾ സ്റ്റോർ റൂമിലേക്ക് വരുന്നു. ഈ വീടിനാണെങ്കിൽ നല്ല പഴക്കമുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഒരുപാട് കേടുപാടുകളും ഉറപ്പായും കാണുമല്ലോ. ഈ സ്റ്റോർ റൂമിന്റെ ഡോർ തുറന്നാൽ അത് ഓട്ടോമാറ്റിക്കലി ലോക്ക് ആകും. പിന്നെ അകത്ത് നിന്ന് ഡോർ തുറക്കാൻ കഴിയില്ല. സോ ജെസീക്ക ഡോർ തുറന്ന് അടയാതിരിക്കാനായി ഒരു കട്ട വെച്ച് ഈ ഡോറിനെ ബ്ലോക്ക് ചെയ്യുന്നു. ഇത് കഴിഞ്ഞ് അവൾ സ്റ്റോർ റൂമിൽ കയറി സാധനങ്ങൾ എടുക്കുന്നതിനിടയിൽ നിർഭാഗ്യവശാൽ അവൾ വെച്ച കട്ടയ്ക്ക് മുകളിലൂടെ ഡോർ മെല്ലെ അടങ്ങി ലോക്ക് ആകുന്നു. ഇത് കണ്ട് ജെസീക്ക ഓടി വന്നിട്ട് ആ ഡോർ എത്ര തുറക്കാൻ ശ്രമിച്ചിട്ടും ആ ഡോർ തുറക്കാൻ പറ്റുന്നില്ല. അവൾ സ്റ്റോർ റൂമിലെ ലൈറ്റ് ഓൺ ആക്കിയിട്ട് ലെയ്നി വിളിച്ചിട്ട് ഇതുപോലെ ഡോർ തുറക്കാനായി പറയുന്നു. അവൾ ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ ആ തുരുമ്പിച്ച ഡോർ തുറക്കാനുള്ള ശക്തിയൊന്നും അവൾക്കില്ല. ജെസീക്ക വീണ്ടും ഡോറിനിട്ട് ആഞ്ഞു ചവിട്ടുകയാണ്. എന്നാൽ ഡോറിനാണെങ്കിൽ ഒരനക്കവുമില്ല. അതുകൊണ്ട് ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തുകൊണ്ട് വരാൻ ജെസീക്ക മകളോട് പറയുന്നു. ലെയ്നി സ്ക്രൂ ഡ്രൈവർ എടുത്തുകൊണ്ട് വന്നിട്ട് ഡോറിന്റെ അടിയിലുള്ള വിടവിലൂടെ അമ്മയ്ക്ക് ഇട്ടുകൊടുത്തു. അവൾ അത് വെച്ച് ഡോർ തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഡോർ തുറക്കാനേ കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാ പരിശ്രമത്തിനൊടുവിൽ അവൾ വളരെ നിരാശയോടെ അവിടെ ഇരിക്കുമ്പോൾ അവളുടെ ഹസ്ബൻഡായ റോബ് ലെയ്നിയോട് സംസാരിക്കുന്നത് കേൾക്കുന്നു. മറ്റൊരു വഴിയുമില്ലാത്തതിന് ജെസീക്ക റോബിനോട് സഹായിക്കാനായി പറയുന്നു. അങ്ങനെ റോബ് സ്റ്റോർ റൂമിന്റെ ഡോർ തുറന്ന് ജെസീക്ക പുറത്തേക്ക് വരുമ്പോൾ റോബിന്റെ ഫ്രണ്ടായ സ്വാമി നിൽക്കുന്നത് കണ്ടു. ഈ സ്വാമിയും റോബിനെ പോലെ ഡ്രഗ് അഡിക്റ്റഡ് ആണ്. അതുകൂടാതെ ചൈൽഡ് അബ്യൂസിന് ജയിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തി കൂടിയായിരുന്നു. സ്വാമി കണ്ടപ്പോൾ ജെസീക്ക റോബിനോട് വളരെ ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്, ഇവനുമായി നിങ്ങൾ വീണ്ടും ഫ്രണ്ട്ഷിപ്പിലായോ? കുട്ടികളുള്ള ഈ വീട്ടിലേക്ക് ഇയാളെയും കൂട്ടിക്കൊണ്ട് വന്നത് എന്തിനാണ്? അപ്പോൾ റോബ് പറയുന്നു, അവന്റെ തെറ്റ് മനസ്സിലായി. ഇപ്പോൾ നല്ല മനുഷ്യനായിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. പക്ഷെ ഈ മറുപടി ഒന്നും കേട്ടിട്ടും ജെസീക്കയ്ക്ക് അവനെ ഇവിടെ നിർത്തുന്നത് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ പേരിൽ ജെസീക്കയും റോബും നല്ല രീതിയിൽ വഴക്കുണ്ടാകുന്നു. അങ്ങനെ ദേഷ്യം വന്ന റോബ് ജെസീക്കയ്ക്ക് ഒരടിയും കൊടുത്തിട്ട് നീ ആ സ്റ്റോറിൽ കിടക്കുന്നതാണ് നല്ലത് ഇതും പറഞ്ഞിട്ട് അവനാണെങ്കിൽ ജെസീക്കയെ പിടിച്ച് വലിച്ചയടിച്ച് സ്റ്റോറൂമിൽ കൊണ്ടുപോയി പൂട്ടിയിടുന്നു. അങ്ങനെ ജെസീക്ക വീണ്ടും ആ റൂമിൽ പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബഹളങ്ങളെല്ലാം കേട്ട് ലെയ്നി മുകളത്തെ റൂമിൽ നിന്ന് താഴേക്ക് വരുന്നു. ലെയ്നി താഴേക്ക് വന്നെന്ന് മനസ്സിലാക്കിയ ജെസീക്ക അവളോട് പറയുന്നു, നീ ഇളയ സഹോദരനെയും കൂട്ടി മുകളത്തെ റൂമിൽ സുരക്ഷിതമായി ഇരിക്കുക. ഞാൻ വിളിക്കാതെ നീ ഡോർ തുറക്കരുത്. ഇതനുസരിച്ച് കൂട്ടി അവിടെ നിന്ന് പോകുന്നു. ഇത് കഴിഞ്ഞ് ജെസീക്ക വീണ്ടും റോബിനോട് ഡോർ തുറക്കാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ വളരെ വയലന്റ് ആയിരുന്ന റോബ് ആണെങ്കിൽ ഡോറിന് ആണി അടിച്ച് തുറക്കാൻ പറ്റാത്ത രീതിയിൽ സ്ട്രോങ് ആക്കുന്നു. അപ്പോൾ ഇതിലൊരു ആണി ജെസീക്കയുടെ കൈപ്പത്തിയിൽ കുത്തി കയറി അവൾ വേദന കൊണ്ട് നിലവിളിക്കുന്നു. ഇതിനിടെ കുട്ടികളെ സ്വാമി താമസിക്കുന്നിടത്തേക്ക് കൊണ്ടുപോകാമെന്ന് സ്വാമി റോബിനോട് പറയുന്നത് കേൾക്കുകയുണ്ടായി. ഇത് കേട്ട് ജെസീക്ക കുട്ടികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകരുതെന്ന് വളരെ താഴ്മയായി റോബിനോട് അപേക്ഷിക്കുന്നു. എന്നാൽ റോബാണെങ്കിൽ ഒരു പാക്കറ്റ് ഡ്രഗ്സ് ഡോറിന്റെ വിടവിലൂടെ ജെസീക്കയ്ക്ക് ഇട്ടുകൊടുത്തിട്ട് നീ ഇത് ഉപയോഗിക്കാമെങ്കിൽ നിന്നെ തുറന്നു വിടാം. പക്ഷെ ജെസീക്ക ഉപയോഗിക്കില്ലെന്ന് തീർത്ത് പറയുന്നു. എന്നാൽ നീ ഇത് യൂസ് ചെയ്യുന്നത് വരെ ഇവിടെ കിടക്കാനെന്ന് പറഞ്ഞിട്ട് റോബ് അവിടെ നിന്ന് പോകുന്നു. അതേസമയം ജെസീക്കയുടെ കയ്യിൽ നിന്ന് നന്നായി ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. ടേബിളിന് മുകളിലിരുന്ന് ഒരു തുണിക്കഷ്ണം എടുത്ത് മുറിവിൽ കെട്ടി. അപ്പോഴുണ്ട് ആരോ ഓടുന്ന സൗണ്ട് ജെസീക്ക കേൾക്കുകയുണ്ടായി. അവൾ കൂടുതൽ ശ്രദ്ധിച്ചപ്പോഴാണ് അത് ലെയ്നിയാണെന്ന് മനസ്സിലായത്. ലെയ്നി സ്റ്റോർ റൂമിന്റെ അടുക്കൽ വന്നിട്ട് അമ്മയോട് ചോദിക്കുവാണ്, അമ്മ എന്തിനാണ് അവിടെ കിടക്കുന്നത്? കുട്ടിയായ ലെയ്നിക്ക് അറിയില്ലല്ലോ അച്ഛൻ അമ്മയെ തടവിലാക്കപ്പെട്ടിരിക്കുകയാണെന്ന്. ജെസീക്കയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ലെന്ന് മകളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അപ്പോഴുണ്ട് ലെയ്നി പറയുകയാണ്, അമ്മേ എനിക്ക് വണ്ണിന് പോകണം. എന്നാൽ ലെയ്നിക്ക് ഒറ്റയ്ക്ക് ബാത്റൂമിൽ പോകാൻ ഭയമായിരുന്നു. അതിനാൽ അവൾ അവിടെ തന്നെ മൂത്രമൊഴിക്കുന്നു. എന്നിട്ട് അമ്മയോട് പറയുകയാണ്, അമ്മ എന്നോട് ക്ഷമിക്കണേ, ദേഷ്യപ്പെടരുതെന്ന് അവൾ വളരെ ഇന്നസെന്റായി പറയുന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ലെയ്നിക്ക് വിശക്കുന്നെന്ന് ജെസീക്കയോട് പറയുന്നു. എന്നാൽ കഴിക്കാനുണ്ടായിരുന്ന ഫുഡെല്ലാം അവൾ കാറിൽ കൊണ്ടുപോയി വെച്ചു. അതുമാത്രമല്ല കാറിന്റെ കീ റോബ് കൈക്കലാക്കി. ഇനി ഉണ്ടെന്ന് പറയാൻ സ്റ്റോർ റൂമിലിരുന്ന ആപ്പിൾ ജാമും മദ്യവും മാത്രമാണ്. ജെസീക്ക ആ ജാം എടുത്ത് ഒരു പാത്രത്തിലൊഴിച്ച് ഡോറിന്റെ അടിയിലുള്ള വിടവിലൂടെ മകൾക്ക് കൊടുത്തു. അവൾ അത് വളരെ ആർത്തിയോടെ കഴിച്ചു. അതിനുശേഷം ജെസീക്ക ലെയ്നിയോട് പറയുകയാണ്, അമ്മയ്ക്ക് പുറത്തേക്ക് വരാൻ കഴിയില്ല, കുഞ്ഞനിയനെ മുഴുവൻ ശ്രദ്ധയോടെ നോക്കണമെന്ന് പറഞ്ഞ് ലെയ്നിയെ ജെസീക്ക അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അതിനുശേഷം ലെയ്നിയോട് പറയുന്നു ബലമുള്ള കമ്പി എടുത്തിട്ട് വരാനെന്ന്. എന്നാൽ കുട്ടിക്ക് അമ്മ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാകുന്നില്ല.
അതുകൊണ്ട് അവൾ ടോയ്സ് അങ്ങനെയുള്ള ചെറിയ സാധനങ്ങൾ ഡോറിന്റെ വിടവിലൂടെ ഇട്ടുകൊടുത്തു. ഇത് കണ്ട് ജെസിക്കയ്ക്ക് നിരാശ തോന്നിയിട്ട് അവൾ അലറുകയാണ്. അപ്പോൾ ലെയ്നി പേടിച്ച് കരയുന്നു. ഉടനെ ജെസിക്ക മകളോട് മാപ്പ് ചോദിച്ചു. അമ്മയ്ക്ക് വിഷമം വന്നിട്ടാണ്, മോൾ അമ്മയോട് ക്ഷമിക്കുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ലെയ്നി ഡോറിന്റെ വിടവിലൂടെ മറ്റൊരു സ്ക്രൂ ഡ്രൈവർ ഇട്ടുകൊടുത്തു. ഇത് കണ്ടപ്പോൾ ജെസിക്കയ്ക്ക് ഒരു ആശ്വാസം തോന്നി. അവൾ വളരെ പ്രതീക്ഷയോടെ ആ സ്ക്രൂ ഡ്രൈവർ എടുത്ത് താഴെ ടൈലിൽ ഇടിക്കുന്നു. എന്നാൽ ആ പ്രതീക്ഷ അധിക നേരം നീണ്ടു നിന്നില്ല. കാരണം സ്വാമി പുറത്ത് വന്നിട്ടുണ്ടെന്ന് ലെയ്നി ജെസിക്കയോട് പറയുന്നു. ജെസിക്ക വല്ലാതെ പാനിക്കായി. അവൾ ലെയ്നിയോട് മുകളത്തെ റൂമിൽ ചെന്നിട്ട് ഡോർ അടച്ച് അനിയനുമൊത്ത് സുരക്ഷിതമായിരിക്കുക, ആര് വന്ന് വിളിച്ചാലും ഡോർ തുറക്കരുതെന്ന് പറയുന്നു. അതനുസരിച്ച് ലെയ്നി അവിടെ നിന്ന് പോകുന്നു. അപ്പോഴത്തേക്കും സ്വാമി സ്റ്റോർ റൂമിന്റെ അടുക്കൽ വന്നിട്ട് ജെസിക്കയോട് പറയുകയാണ്, റോബിന് ഞാൻ പണം കൊടുക്കാനുണ്ട്, അതിന് പരിഹാരമായി ഞാൻ ലെയ്നിയെ പരിചരിക്കാം, അവളെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് പറഞ്ഞിട്ട് സ്വാമി ലെയ്നിയെ എടുക്കാനായി പോകാനായി തുടങ്ങുമ്പോൾ പെട്ടെന്ന് ജെസിക്ക പറയുന്നു, എന്റെ റൂമിൽ റോബ് കൊണ്ടുവച്ച കുറച്ച് ഡ്രഗ്സ് പാക്കറ്റ് ഇരിപ്പുണ്ട്, നീ എന്നെ ഇവിടെ നിന്ന് പുറത്ത് കിടക്കാൻ സഹായിച്ചാൽ ആ പാക്കറ്റ് എടുത്തോളൂ. എന്നാൽ സ്വാമി ഒരു നിമിഷം ചിന്തിച്ചിട്ട് പറയുകയാണ്, അത് വേണ്ട, നിന്നെ പുറത്താക്കിയാൽ റോബ് എന്നോട് വഴക്കിടും, സോ നീ അത് വിട്ടേരെ. അങ്ങനെ ആ പ്ലാൻ ചീറ്റി ജെസിക്ക വീണ്ടും ചിന്തിച്ചിട്ട് പറയുകയാണ്, ഇവിടെ എൻ്റെ അടുത്ത് കുറച്ച് ഡ്രഗ്സ് പാക്കറ്റ് ഇരിപ്പുണ്ട്, ഞാൻ അത് തരാം, പക്ഷേ അതിനു മുമ്പ് ഡ്രഗ്സ് കൈ കിട്ടിയാൽ ഈ വീട് വിട്ട് പോകണമെന്ന് പറയുമ്പോൾ സ്വാമി അതിനെ സമ്മതിച്ചു. അപ്പോൾ ജെസിക്ക പറയുകയാണ്, എൻ്റെ കൈക്ക് പരിക്കേറ്റത് കൊണ്ട് ഡോറിന്റെ വിടവിലൂടെ ആ പാക്കറ്റ് എടുത്ത് തരാൻ കഴിയില്ല, സോ നിന്റെ കൈ ഒന്ന് നീട്ടിക്കേ. അത് പ്രകാരം സ്വാമി ഡോറിന്റെ വിടവിലൂടെ കൈ നീട്ടുന്നതും ജെസിക്ക വേഗം സ്ക്രൂ ഡ്രൈവർ എടുത്ത് അവന്റെ കൈപ്പത്തിയിലേക്ക് ആഞ്ഞു കുത്തി. എന്നിട്ട് ഇഷ്ടിക വെച്ച് ആഞ്ഞടിക്കുന്നു. സ്വാമി ആലറിക്കരയുകയാണ്. അതിനിടയിൽ അവളെ തെറിയും വിളിക്കുന്നുണ്ട്. എന്നിരുന്നാലും കൈയെടുക്കാൻ പറ്റാണ്ട് അവൻ അവിടെ ശരിക്കും കുടുങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ശാന്തമായി ജെസിക്കയോട് ചോദിക്കുകയാണ്, എൻ്റെ കയ്യിൽ നിന്ന് ആ സ്ക്രൂ ഡ്രൈവർ എടുക്കാമോ? എന്നാൽ ജെസിക്ക അതിന് തയ്യാറാകാതെ വന്നപ്പോൾ സ്വാമി അവളെ കളിയാക്കുകയാണ്. എന്തിനെന്നാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഈ ജെസിക്കയും ഡ്രഗ്സിന് അഡിക്റ്റ് ആയിരുന്നു. ഇപ്പോൾ അവൾ നിർത്തിയെങ്കിലും ഇനിയും തുടരുമെന്ന് പറഞ്ഞ് അവൻ അവളെ കളിയാക്കുമ്പോൾ ദേഷ്യമെന്ന് അവളാണെങ്കിൽ അവൻ്റെ കൈ മുറിച്ചു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നീട് രാത്രിയാകുമ്പോൾ നല്ല കാറ്റ് വീശുന്നു. അതുമൂലം കരണ്ട് പോയി. ആ ടൈം ലെയ്നി പേടിച്ച് സ്വാമി സ്റ്റോർ റൂമിന്റെ വാതിൽക്ക് കിടക്കുന്നത് അറിയാതെ അമ്മയെന്ന് വിളിച്ച് ഓടി വരുന്നു. സ്വാമി വേഗം ലെയ്നിയെ പിടിച്ചു വെച്ചിട്ട് ജെസിക്കയോട് പറയുകയാണ്, നീ ആ സ്ക്രൂ ഡ്രൈവർ എടുത്ത് മാറ്റിയില്ലെങ്കിൽ കുട്ടിയുടെ കാല് ഞാൻ ഓടിക്കും. മകളുടെ കരച്ചിൽ കേട്ട് ജെസിക്കയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അവൾ വേഗം ഡ്രിങ്ക്സ് എടുത്ത് അവന്റെ കയ്യിലൊഴിച്ചു. എന്നിട്ട് ലൈറ്റർ കത്തിച്ചു. അപ്പോഴത്തേക്കും തീ സ്റ്റോർ റൂമിലേക്ക് ആളിപ്പടർന്നു. അവൾ പെട്ടെന്ന് തന്നെ ആ തീ കെടുത്തി. അപ്പോൾ ഡോറിന് വെളിയിലാണെങ്കിൽ സ്വാമിയുടെയും ലെയ്നിയുടെയും ശബ്ദം കേൾക്കാനില്ല. സ്വാമി മരിച്ചെന്ന് വിശ്വസിച്ച് അവൾ അവിടെ കിടന്നുറങ്ങുന്നു. പിറ്റേന്ന് രാവിലെ ലെയ്നിയെ വിളിച്ചിട്ടും കുട്ടിയുടെ ഒരനക്കവുമില്ല. കുട്ടിക്ക് എന്താണ് സംഭവിച്ചെന്നറിയാതെ അവൾ വല്ലാതെ ടെൻഷനാവുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഡ്രഗ്സ് പാക്കറ്റ് പൊട്ടിച്ച് അത് യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശിയുടെ ബൈബിളിൽ ഒരു ഡോളർ നോട്ട് ഇരിക്കുന്നത് കണ്ടു. ആ ബൈബിളിന്റെ ഓരോ പേജുകൾ മറിച്ചു നോക്കുമ്പോഴും ഡോളർ കാണുന്നുണ്ട്. ജെസിക്ക ബൈബിൾ വായിക്കാനായി മുത്തശ്ശി കണ്ടെത്തിയ ഒരു ഐഡിയ ആയിരുന്നു ഇത്. എന്നാൽ ഇതൊന്നും അവളെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ലെന്നറിയാവുന്ന ജെസിക്ക വളരെ വികാരഭരിതനായി ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന കുരിശിലേക്ക് എറിയുന്നു. അപ്പോൾ ആ കുരിശ് താഴേക്ക് വീഴുന്നു. ജെസിക്ക ആ കുരിശ് എടുക്കാനായി വരുമ്പോൾ മുകളിൽ നിന്ന് വെള്ളം ഇറ്റിറ്റ് വീഴുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവൾ ഉടനെ മുകളിലേക്ക് നോക്കുമ്പോൾ സീലിംഗിൽ ഒരു വിടവ് കണ്ടു. ഇത് കണ്ടിട്ട് അവൾ മുകളിൽ കയറി ആ പലകകൾ ഇളക്കാൻ ശ്രമിച്ചു. ആ പലകകൾ വെള്ളത്തിൽ കുതിർന്നിരിക്കുന്നത് കൊണ്ട് പലക ഇളക്കുന്നത് അത്ര പ്രയാസമായിരുന്നില്ല. അതിനെന്തെങ്കിലും ഒരു ടൂൾ ആവശ്യമുണ്ട്. സ്വാമി അനക്കമില്ലാത്തത് കൊണ്ട് അവൻ മരിച്ചെന്ന് കരുതി അവന്റെ കൈയിൽ തറച്ചിരുന്ന സ്ക്രൂ ഡ്രൈവർ എടുത്തതിന് ശേഷം സീലിംഗിലെ പലക മുറിച്ചു. പലക കുതിർന്നതായിരുന്നത് കൊണ്ട് അവൾക്ക് അധിക നേരം വേണ്ടി വന്നില്ല. അങ്ങനെ അവൾ അവിടെ ഒരു ഹോൾ ഉണ്ടാക്കി മുകളിലത്തെ ബാത്റൂമിലേക്ക് കയറുന്നു. എന്നിട്ട് റൂമിലേക്ക് പോകുമ്പോൾ നിലത്തെല്ലാം ആപ്പിൾ കഷ്ണങ്ങൾ ചിതറിക്കിടക്കുകയാണ്. അത് മാത്രമല്ല, ബെഡിലാണെങ്കിൽ കുറെ പുതപ്പുകൾ മൂടിയിട്ടിരിക്കുന്നത് കണ്ടു. അവ ഓരോന്നും എടുത്തു മാറ്റുമ്പോൾ രണ്ട് കുട്ടികളും ബെഡിൽ കിടപ്പുണ്ട്. എന്നാൽ കുട്ടികൾക്ക് അനക്കമില്ല. ഇത് കണ്ട് ജെസിക്ക ഭയന്നെങ്കിലും കുട്ടികൾ ഉറങ്ങുകയായിരുന്നു എന്ന് അവർ എഴുന്നേറ്റപ്പോൾ മനസ്സിലായി. അവൾ ഒട്ടും സമയം പാഴാക്കാതെ കുട്ടികളെയും എടുത്ത് താഴേക്ക് ഇറങ്ങി വന്നിട്ട് സ്വാമിയുടെ ബൈക്കിന്റെ താക്കോലെടുത്തു. കാരണം റോബ് അവളുടെ കാറിന്റെ കീ എടുത്തു മാറ്റിയിരുന്നു. അതുകൊണ്ട് സ്വാമിയുടെ ബൈക്കിൽ പോകാമെന്ന് അവൾ കരുതി. എന്നാൽ പുറത്ത് നല്ല കാറ്റും മഴയും പെയ്യുന്നുണ്ടായിരുന്നു. സോ അവൾ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തു. പക്ഷെ മഴ തോരുന്നില്ല. കുട്ടികൾക്കാണെങ്കിൽ നല്ല വിശപ്പുമുണ്ട്. അവൾ കുട്ടികളെ വീട്ടിൽ നിർത്തിയിട്ട് പുറത്തിറങ്ങി കാറിന്റെ വിൻഡോ തകർത്ത് ഫുഡ് എടുത്തിട്ട് വരുമ്പോൾ അവളുടെ കയ്യിൽ നിന്ന് ആ ഫുഡ് താഴെ വീണു. അവളത് എടുക്കുന്നതിനിടയിൽ ജനലിൽ കൂടി നോക്കുന്ന സാമിയെ കാണിക്കുന്നു. അപ്പോൾ ജെസിക്ക കരുതിയതുപോലെ സാമി മരിച്ചിട്ടില്ലായിരുന്നു. ഈ സാമി അവിടെ നിന്ന് നോക്കുന്നത് കണ്ട ജെസിക്ക വല്ലാതെ പാനിക്കായി. അവൾ വീട്ടിലേക്ക് ഓടി വന്നു. പക്ഷെ അവൻ ഇതിനകം ഡോർ പൊട്ടിയിരുന്നു. ജെസിക്ക വേഗം ഒരു കല്ല് കൊണ്ട് ഡോറിന്റെ ഗ്ലാസ് തകർത്ത് അകത്ത് കയറി. അപ്പോഴുണ്ട് മുകളിൽ നിന്ന് കുട്ടികളുടെ കരച്ചിൽ കേൾക്കുന്നു. അവൾ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് കയറി വരുമ്പോൾ ഇളയമോന്റെ നേർക്ക് കത്തിയും പിടിച്ചു നിൽക്കുന്ന സാമിയാണ് കാണുന്നത്.
അവൾ കുഞ്ഞിനെ ഒന്നും ചെയ്യരുതേ എന്ന് അപേക്ഷിക്കുമ്പോൾ പക്ഷെ അവനാണെങ്കിൽ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ കുഞ്ഞിനെ കൊല്ലാനായി ഒരുങ്ങുമ്പോൾ കൃത്യസമയത്ത് റോബ് അവിടെ എത്തി അവന്റെ നേർക്ക് തോക്ക് ചൂണ്ടി എന്നിട്ട് പറയുന്നു കുഞ്ഞിനെ വിടാനെന്ന്. അതനുസരിച്ച് അവൻ കുഞ്ഞിനെ വിട്ടു. ജെസിക്ക വേഗം മക്കളെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. സാമി തന്റെ മക്കളോട് ഈ രീതിയിൽ പെരുമാറിയതിൽ ദേഷ്യം വന്ന റോബാണെങ്കിൽ സാമിയെ വെടിവെച്ച് കൊല്ലുന്നു. എന്നിട്ട് ജെസിക്കയുടെ അടുക്കൽ വന്നിട്ട് പണം ചോദിക്കുമ്പോൾ ജെസിക്ക പറയുന്നു സ്റ്റോർ റൂമിൽ കുറച്ച് പണം ഇരിപ്പുണ്ട്, അതെടുത്തോളൂ. ഇത് കേട്ടതും അവൻ വേഗം സ്റ്റോർ റൂമിന്റെ ഡോർ തകർത്ത് അവിടെ താഴെ കിടന്ന പണമെല്ലാം എടുത്തു. ഇതിനിടയിൽ ജെസിക്ക അവനോട് ഞാനും മക്കളും എവിടെ നിന്ന് പോവുകയാണെന്ന് പറയുമ്പോൾ ഓക്കെ, പക്ഷെ അതിനു മുമ്പ് നീ വീണ്ടും ഡ്രഗ്സ് യൂസ് ചെയ്യണമെന്ന് റോബ് പറയുന്നു. റോബിന്റെ സ്വഭാവം അറിയാവുന്ന ജെസിക്ക അതിന് സമ്മതിച്ചു. എന്നാൽ അതിനു മുമ്പ് കാറിൽ നിന്ന് മറ്റു ഫുഡ് എടുത്തുകൊണ്ട് വരാൻ റോബിനോട് പറയുന്നു. റോബ് അതനുസരിച്ച് ഫുഡ് എടുക്കാൻ പോയ നേരത്ത് ജെസിക്ക അവന് കഴിക്കാനായി ബ്രെഡും ജാമും തയ്യാറാക്കുന്നു. അങ്ങനെ അവൻ തിരിച്ചു വന്നപ്പോൾ ജെസിക്ക ഈ ഫുഡ് എടുത്ത് കൊടുത്തപ്പോൾ അവനത് ആസ്വദിച്ച് കഴിച്ചു. അങ്ങനെ അതിനുശേഷം റോബ് ജെസിക്കയോട് ഡ്രഗ്സ് ഇൻജെക്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ജെസിക്ക മടിച്ചു നിൽക്കുമ്പോൾ റോബ് അവൾക്ക് നേരെ തൂക്ക് ചൂണ്ടിയിട്ട് വീണ്ടും ആവശ്യപ്പെടുന്നു. ജെസിക്കയ്ക്ക് വേറെ നിവർത്തിയില്ലാതെ അത് ഇൻജെക്ട് ചെയ്യാനായി വരുമ്പോൾ റോബ് ആണെങ്കിൽ ആടി ആടി നിൽക്കുകയാണ്. കാരണം ജെസിക്ക ഉണ്ടാക്കി കൊടുത്ത ഫുഡിൽ ശരീരം ടയേർഡാകാനുള്ള മെഡിസിൻ അവൾ ചേർത്തിരുന്നു. അങ്ങനെ അവസരം മുതലെടുത്ത് അവനെ തള്ളിയിട്ടിട്ട് അവൾ അവിടെ നിന്ന് മുകളിലത്തെ റൂമിലേക്ക് ഓടി. പിറകെ റോബ് അവളെ പിടിച്ചിട്ട് ഡ്രഗ്സ് യൂസ് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ അവന് നല്ല രീതിയിൽ നിൽക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ പറയുകയാണ് നിങ്ങൾക്ക് തന്ന ഫുഡിൽ ഞാൻ മെഡിസിൻ ചേർത്തിരുന്നു. ഇത് കേട്ടെന്നും റോബ് ദേഷ്യപ്പെട്ട് അവളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇവൻ ജീവനോടെ ഇരുന്നാൽ തനിക്കും മക്കൾക്കും ആപത്താണെന്ന് അറിയാവുന്ന ജെസിക്ക അവനെ തള്ളി. അങ്ങനെ അവൻ ജനലിൽ കൂടി താഴെ വീണു. ആ സ്പോട്ടിൽ തന്നെ അവൻ മരിച്ചു. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി അവൾക്ക് നൽകിയ ഈ വീട്ടിൽ തന്നെ താമസിക്കാനായി അവൾ തീരുമാനിച്ചു. എന്നിട്ട് ആപ്പിൾ ജാം ഉണ്ടാക്കി അത് വിറ്റാണ് അവൻ മക്കളെ നോക്കിയിരുന്നത്. ഈ ജാം ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഇതിന് മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉണ്ടാകുന്നു. അതോടെ ആ ബിസിനസ് ഇവിടെ വളരുകയാണ്. ഇതോടുകൂടി നമ്മുടെ മൂവി ഇവിടെ അവസാനിക്കുന്നു.